ഇന്ന് വളരെ വളരെ വെറൈറ്റി ആയിട്ട് ഞാൻ വലയ്ക്കകത്ത് നിന്ന് ഉണ്ടാക്കാൻ പോണെന്ന് വെച്ചാൽ കുറച്ചധികം ദിവസമായിട്ടൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പം ഐ തോട്ട് ഐ സ്റ്റാർട്ട് വിത്ത് സംതിങ് സിമ്പിൾ അഗൈൻ. ആൻഡ് മുന്തിരി ചായ, ദാറ്റ്സ് ആർ ടുഡേയ്സ് സ്പെഷ്യൽ റെസിപ്പി. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഡള്ളായിരുന്നു. അപ്പോൾ നമുക്ക് എൻ്റെ ബാൽക്കണി ഇരുന്നുണ്ടായിരുന്നു. ഒരു ചേഞ്ച് ആർക്കാണ് ഇഷ്ടമല്ലാത്ത എന്നുള്ള മൂഡിൽ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ കാണിച്ചു തരാം. മുന്തിരി, ഏലക്ക, പട്ട, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചായപ്പൊടി. ഇതുപോലെ നന്നായിട്ട് കഴുകിയ മുന്തിരി, അതിൻ്റെ മുന്തിരി കൊലയിൽ നിന്ന് ഇങ്ങനെ അള്ളി ഇടുക. എന്നിട്ട് നന്നായിട്ട് നല്ല ഫ്രഷ് വാട്ടർ നന്നായിട്ട് കഴുകുക കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ. എന്നിട്ട് ഫ്രഷ് വാട്ടർ ആഡ് ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടി ആദ്യം ചെയ്യേണ്ടത് നല്ല കറുത്ത് മധുരമുള്ള സീഡ്ലെസ് മുന്തിരി വാങ്ങുക. എന്നിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകുക. പക്ഷെ കഴുകിയാലും ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കുള്ളൂ. അതെന്താ അങ്ങനെയാണ് എനിക്കറിയുന്നത്. എന്നിട്ട് നല്ല വെള്ളം വെച്ച് തിളപ്പിച്ച് അതങ്ങ് തിളപ്പിക്കുക. എന്നിട്ടാണ് ബാക്കി സ്റ്റെപ്സ്. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് ഈ കറുവപ്പട്ടയും ഏലക്കയും അതുപോലെ കുറച്ച് തൈലപ്പൊടിയും പിന്നെ മധുരം ഞാൻ ഇവിടെ ഈ വീഡിയോയിൽ കാണിക്കാത്തതിൻ്റെ റീസൺ ഞാനിപ്പം മധുരം അധികം യൂസ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ ചെറുതൊരു തടി കുറയ്ക്കാനുള്ള പ്ലാനിലാണ്. അതിൻ്റെ 1 കിലോ ഞാൻ കുറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കാരണം ഞാൻ മധുരം ആഡ് ചെയ്യാതെ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ ഇഫ് ദാറ്റ് ഡസൻറ്റ് വർക്ക്, മധുരം വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാനത് ഉണ്ടാക്കുന്ന സമയത്ത് പറയാം. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് മുന്തിരി തിളപ്പിക്കുക. ബ്ലാക്ക് സീഡ്ലെസ് മുന്തിരി തിളപ്പിക്കുക. ഓക്കെ. ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് എന്ത് ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഊഹിക്കാൻ പോലും കഴിയുണ്ടായിരുന്നില്ല. ബിക്കോസ് അമ്മ വീട്ടിൽ മറ്റേ സീഡുള്ള മുന്തിരി വെച്ചിട്ട് തിളപ്പിച്ചിട്ടുള്ളൊരു പരിപാടി ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനെ തന്നെ ആയിരിക്കില്ല എന്ന് എനിക്ക് നല്ല ഊഹം ഉണ്ടായിരുന്നു. ആൻഡ് ഫൈനലി ഞാൻ എത്തിപ്പെട്ട എൻ്റെ കൺക്ലൂഷനും അത് തന്നെയായിരുന്നു. ആ ഒരു ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതിങ്ങനെ നോക്കിയിരിക്കുക. ഞാൻ തിളച്ച് ലൈക്ക് ഇതിൻ്റെ കളർ നല്ലോണം മാറും. അപ്പം ഇച്ചിരി മാറി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ നല്ലോണം തിളപ്പിച്ച് കഴിയുമ്പോൾ നല്ല പേർപ്പിൾ കളർ, നല്ല ഗ്രേപ്പ് വൈൻ കളർ എന്ന് പറയില്ല, ആ കളറിലേക്ക് ആവും. അത് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഗ്രേപ്പ് വൈൻ കളറിലേക്ക് ആക്കാം. നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അതിൻ്റെ കളർ നല്ലോണം മാറും. ആ മുന്തിരിയുടെ ഒരു വൈനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അങ്ങനത്തെ ഒരു കളർ തന്നെയായി മാറും. പക്ഷേ ഇതിൻ്റെ കൺസിസ്റ്റൻസി വളരെ ലൈറ്റാണ്. ക്ലിയർ ഗ്രേപ്പ് വൈൻ കളറാണ് ഇതിൻ്റെ ഒരു കളറ്. അപ്പം നമ്മുടെ സൂപ്പർ പർപ്പിൾ കളറായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഉള്ളിലോട്ട് വാങ്ങാം. കാരണം ഇതിൻ്റെ ചൂടും വെയിലിൻ്റെ ചൂടൊക്കെ കൂടി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ കുറച്ച് എസ്തറ്റിക് വൈബ്സിൽ നിന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. പക്ഷെ അത്ര എസ്തറ്റിക് വേണ്ട. എൻ്റെ അവസ്ഥ വളരെ മോശമാവും. ലെറ്റ്സ് ഗോ ഇൻ ആൻഡ് ലെറ്റ്സ് മേക്ക് ആർ ഗ്രേപ്പ് ടീ കംപ്ലീറ്റ്. ഇപ്പം നല്ലൊരു മുന്തിരിയുടെ എന്തോ ഒരു രസം പോലത്തെ ഒരു മണമുണ്ട്. അപ്പോൾ നമുക്കിനി ഫർദർ സ്റ്റെപ്സിലേക്ക് ഇച്ചിരി ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ ആ മുന്തിരിയെല്ലാം ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുക. മുന്തിരി മാറ്റുക, അതിൻ്റെ ചാറ് മാത്രം ബാക്കി വയ്ക്കുക. പേർപ്പിൾ എന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ളൊരു പേർപ്പിൾ കളറാണ്. എന്നിട്ട് അഗൈൻ ചായ തിളപ്പിക്കുന്ന പോലത്തെ, കട്ടൻ തിളപ്പിക്കുന്ന പോലത്തെ പ്രൊസീജിയേഴ്സാണ് ഇതിനകത്ത്. നമ്മൾ ഗ്യാസ് ലൈറ്റിൽ വയ്ക്കുക, തിളപ്പിക്കുക. എന്നിട്ടാണ് നമ്മുടെ പട്ടയും ഏലക്കയൊക്കെ ആഡ് ചെയ്യുന്നത്. ഞാൻ ഇനിഷ്യലി 2-3 കഷ്ണമൊക്കെ കാണിച്ചെങ്കിലും എൻ്റെ അളവിന് എനിക്കൊരു കഷ്ണം പട്ടയും ഒരു 2 ഏലക്കയും 3 ഏലക്കയൊക്കെയും ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ എന്നിട്ട് നല്ലോണം തിളപ്പിക്കുക. ഈ തിളപ്പിക്കലിനിടയിൽ വളരെ കുറച്ച് ഞാൻ കട്ടൻ കുടിക്കുമ്പോൾ എനിക്ക് വളരെ കുറച്ച് കട്ടൻ്റെ തൈലപ്പൊടി ഇടുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തത്. വളരെ കുറച്ച് തൈലപ്പൊടിയാണ് ഇട്ടത്. ഇപ്പോൾ തന്നെ മണം എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് എനിക്ക് അതിനകത്ത് നിന്ന് കിട്ടിയത്. ചെറിയൊരു പട്ടയുടെ ഏലക്കയുടെയൊക്കെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു പുളിപ്പ് നമുക്ക് മണക്കുക എന്ന് പറയില്ലേ, അത്രയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നൈസായിട്ട് ലൈറ്റ് അല്ല ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഞാൻ പഞ്ചസാര ആഡ് ചെയ്തു. കാരണം ടേസ്റ്റ് ചെയ്ത് ഈ ഒരു സ്റ്റേജിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇറ്റ് വാസ് എപ്പിക് ഫെയിലിയർ. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആ ടേസ്റ്റ്. പക്ഷേ പഞ്ചസാര ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറയാമല്ലോ, ഇറ്റ് ഹാഡ് എ വെരി ഡിഫറെൻറ്റ് ടേസ്റ്റ് ആൻഡ് ഫ്ലേവർ. അപ്പോൾ ശരിക്കും ഞാൻ പ്രോപ്പറായിട്ട് ടേസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഷോട്ട് ഈ നൈസ് സ്ലോ മോഷൻ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വെറൈറ്റിയാണ്, വൗവല്ല. അങ്ങനെ നമ്മുടെ മുന്തിരിച്ചായ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ആക്ച്വലി ഞാനിത് ചെയ്യുന്ന സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ മധുരം ആഡ് ചെയ്തായിരുന്നു. സോ ലെറ്റ്സ് സീ ഇഫ് ഇറ്റ് ഇസ് ഡിഫറെൻറ്റ്. മണമൊക്കെ ഒരു ലൈം ടീ ഒക്കെ പോലത്തെ ഒരു മണമാണ്. നോക്കട്ടെ, വ്യൂ ഒക്കെ കണ്ട് കഴിഞ്ഞ് കുടിക്കാൻ പറ്റിയൊരു ചായ ആണെന്ന് നോക്കിയിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ടേസ്റ്റ് ചെയ്തതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ബെറ്റർ ആയിട്ടുണ്ട്. മധുരം വേണം കേട്ടോ. മധുരം ഇടാതെ നിങ്ങൾ ആ ഒരു എന്താ പറയുക സാഹസത്തിന് മുതിരരുത്.
മധുരം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു ലെമൺ ടീ ഫ്ലേവർ വന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് തിങ്. അല്ല ആദ്യത്തെ ടേസ്റ്റിംഗ് സെഷനിൽ കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഞാൻ കുടിച്ചിരിക്കുന്നതിൽ ഏറ്റവും വേസ്റ്റ് ചായയാണ് ഇതെന്ന്. പക്ഷെ അല്ല, മധുരം ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അടിപൊളി. അതുകൊണ്ട് എനിക്ക് ഫുള്ള് കുടിക്കാൻ പറ്റില്ല, ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ടു ഗെയിൻ വെയിറ്റ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ചിലപ്പം എന്ന് വെച്ചാൽ കുറച്ച് പുളിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേക്കാം, ലൈമിൻ്റെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഇഷ്ടപ്പെടും. സോ യു ക്യാൻ ട്രൈ ദിസ് ആൻഡ് മേക്ക് ഷുവർ യു ആഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഷുഗർ. അല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും ഗൈസ്. കുഴപ്പമില്ല.